ഓം ശാന്തി. പലപ്പോഴും മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കാര്യം നമുക്കൊരാൾ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മളോട് പെരുമാറിയാൽ നമ്മൾ പറയും അതെനിക്ക് മറക്കാനേ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളത് 99% കാര്യം ഒരാൾക്ക് നന്നാക്കി സഹായിച്ചു കൊടുത്തിട്ട് പലപ്പോഴും പലരുടെ ജീവിതം തകർന്നു എന്ന് വിചാരിക്കുന്ന സന്ദർഭങ്ങളിൽ അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു സാഹചര്യങ്ങളിൽ മുഴുവൻ അവരുടെ കൂടെ താങ്ങായും തണലായും നിന്ന് എല്ലാ അർത്ഥത്തിലും അവരെ സഹായിച്ചുകൊണ്ട് അവർക്ക് ആ ഒരു സാഹചര്യം കടന്നു പോകാൻ ഒരു സാഹചര്യമൊന്നുമല്ല, പല പല സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു പോകാൻ സഹായിച്ചിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം അവർക്കിഷ്ടമില്ലാത്തത് അഥവാ അവർക്ക് വില കൊടുത്തിട്ടില്ല എന്ന് തോന്നുമ്പോൾ മനുഷ്യന്മാരുടെ സ്വഭാവം എന്താണെന്നറിയോ? ആ ഒരൊറ്റ കാര്യം മാത്രമേ അവർക്ക് ഓർമ്മയുണ്ടാവുള്ളൂ, ബാക്കി എല്ലാ കാര്യവും അവർ മറക്കും. 90% മനുഷ്യന്മാർ ഈ ലോകത്തിൽ ഇങ്ങനെയാണ്. ഞാനിത് പറയുമ്പോൾ 1000 പേര് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും, മിനിമം 1000 പേർക്കെങ്കിലും യെസ് ഇതെൻ്റെ അനുഭവമാണ്. സപ്പോസ് ഇത് നിങ്ങളുടെ അനുഭവമാണെങ്കിൽ താഴെ കമൻറ്റിൽ എഴുതാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ലൈഫിൽ സ്വന്തമാക്കിയൊരു പ്രിൻസിപ്പിൾ, അതിനെക്കുറിച്ച് ഇന്നലെ ഞാനൊരു ചെറിയ സ്റ്റോറി കേട്ടു. അപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ നല്ലൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ജീവിതത്തിൽ ചിന്തിക്കാറുള്ള കാര്യം, അത് വളരെ നന്നായി കൊണ്ട് ഈ കുട്ടി ഈ കഥ പറഞ്ഞു കേട്ടപ്പോൾ അത് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരണം തോന്നി. 2 ഫ്രണ്ട്സ്, രാമനും ലാലുവും, 2 പേരും കൂടെ നല്ല ഫ്രണ്ട്സാണ്. നടന്നു പോയിക്കൊണ്ടിരിക്കെ എന്തോ ഒരു കാര്യത്തിൽ അവർക്ക് പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. 2 ആളും അന്യോന്യം സഹായിക്കുന്നതിന് ഒരു വിധത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത 2 ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ദേഷ്യം പിടിച്ച് അനിയന്ത്രിതമായിക്കൊണ്ട് ലാലു രാമന് ഒരൊറ്റ അടി കൊടുത്തു. കരണത്തടി കിട്ടിയപ്പോൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും ഇത്. വളരെയധികം വിഷമം കൊണ്ട് വേദന കൊണ്ടും എല്ലാം കൊണ്ടും ശരീരത്തിനേറ്റ വേദനയേക്കാൾ കൂടുതൽ രാമന് തൻ്റെ ഹൃദയത്തിലേറ്റ നോവായിരുന്നു. ഒരിക്കലും ഇങ്ങനൊരു പെരുമാറ്റം ലാലുവിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവർ ആ സമയത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിലടുത്ത് കുറച്ച് മണൽ ഇങ്ങനെ നിരത്തി വെച്ച് കണ്ടു. അപ്പോൾ രാമൻ ഓടിപ്പോയിട്ട് ആ മണലിൽ എഴുതി, ലാലു ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിൽ വേദനിപ്പിച്ചുകൊണ്ട് എന്നെ അടിച്ചു എന്നെഴുതി. ഇത് എഴുതി കഴിഞ്ഞു. 2 പേരും പിന്നെയും പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ഇവർ 2 പേരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് വേറൊരു യാത്ര പോകുന്നതിനിടയ്ക്ക് വെച്ച് പെട്ടെന്ന് ഒരു കയറ്റം കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെച്ചിട്ട് രാമു കാല് വഴുതിയിട്ട് ഒരു പാറയുടെ കയറ്റത്തുനിന്ന് താഴത്തേക്ക് വഴുതി വീണു. അപ്പോൾ ഉടനെ തന്നെ ലാലു അവനെ പിടിക്കുകയും സഹായിക്കുകയും മേലെ കയറ്റുകയും ചെയ്തു. ഉടനെ രാമു ഒരു കല്ലെടുത്തിട്ട് കൊത്തിക്കൊണ്ട് ആ പാറയം എഴുതി വെച്ചു, ലാലു എൻ്റെ ജീവിതത്തിൽ ഇന്ന് മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു എന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ലാലു ചോദിക്കുകയാണ്, അല്ല ഞാൻ നിന്നെ തല്ലിയപ്പോൾ നീ മണലിലെഴുതി, ഞാൻ നിന്നെ രക്ഷിച്ചപ്പോൾ നീ പാറയിൽ കുത്തിവെച്ചു, അതെന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, നോക്ക് ലാലു, നീ എൻ്റെ ഏറ്റവും നല്ല സ്നേഹിതനാണെന്ന് എനിക്കറിയാം. എൻ്റെ ലൈഫിൽ നീ തന്ന അന്നത്തെ വേദന എനിക്ക് ഭയങ്കര വേദനയായിപ്പോയി. പക്ഷേ ആ വേദന ഒരിക്കലും നിലനിൽക്കേണ്ട വേദനയല്ല. കാറ്റടിച്ചാൽ, ശക്തമായൊരു കാറ്റടിച്ചാൽ പോലും മണലിലെഴുതിയത് അങ്ങ് മാഞ്ഞു പോകും. അല്ലെങ്കിൽ നടന്നു പോകുന്ന 4 ആളുടെ കാല് കൊള്ളുമ്പോൾ ആ മണലിലെഴുതിയത് മാഞ്ഞു പോകും. അതുപോലെ ഞാൻ എൻ്റെ മനസ്സിലും അതിനൊരിക്കലും കൊണ്ടു നടക്കുന്നില്ല. ആ വേദന ഉണ്ടായി, അത് കുറച്ച് ആഴത്തിൽ കൊണ്ടു, അതുകൊണ്ട് ഞാൻ എഴുതി. പക്ഷെ അത് കഴിഞ്ഞതോടെ ഞാൻ അതിനെ വിട്ടു. അതേസമയം നീ ഇന്ന് എൻ്റെ ജീവനാണ് രക്ഷിച്ചത്. ഈ രക്ഷിച്ചതിനെ ഒരിക്കലും മറക്കരുത്. ലൈഫ് ലോങ് ഞാൻ എപ്പോഴും ഓർമ്മിക്കും. അതുകൊണ്ട് ആരൊക്കെ ഇതിലേക്ക് കടന്നു പോകുന്നു അവരൊക്കെ അറിയണം, ലാലു രാമുവിനെ രക്ഷിച്ചു, ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് ലോകം മുഴുവൻ അറിയട്ടെ. അതെല്ലാവരും അറിയേണ്ട കാര്യമല്ലേ. അതുകൊണ്ട് ഞാനിത് പാറയിൽ എഴുതി വെച്ചു എന്ന്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ എഴുതി മാച്ചു കളഞ്ഞു. വെള്ളത്തിൽ എഴുതി മാച്ചു കളയും, അല്ലെങ്കിൽ കടൽത്തീരത്ത് പോയാൽ മണലുമ്മൽ എഴുതി മാച്ചു കളയും. കടലിൽ എഴുതിയിട്ടാൽ മതി, കടൽ വന്ന് മാച്ചോളും. അങ്ങനെ കാറ്റുമാക്കുന്ന രീതിയിൽ, സരളമായ രീതിയിൽ, വിഷമില്ലാണ്ടൊന്നും ഒരിക്കില്ല. മനുഷ്യന്മാരാവുമ്പോൾ ഒരാൾ അത്രയും മോശമായിട്ടൊക്കെ നമ്മളോട് പെരുമാറിക്കഴിയുമ്പോൾ ചിലപ്പോൾ ആ മൊമെൻറ്റിൽ നമുക്ക് വിഷമം ഉണ്ടായിരിക്കാം. പക്ഷെ അടുത്ത സെക്കൻഡിൽ അത് സാരമില്ല, ഭഗവാൻ നമ്മളെ ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് അവരെ സഹായിക്കാൻ നിമിത്തമാക്കി. എൻ്റെ കർമ്മം അതെനിക്ക് തീർച്ചയായിട്ടും തിരിച്ചു കിട്ടും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ സെൽഫ് കൗൺസിലിംഗ് നടത്താറുണ്ട്.
ഈശ്വരന് കത്തെഴുതാറുണ്ട്, ഭഗവാനെ നീ എന്നെ ഇങ്ങനൊരു നല്ല കാര്യം ചെയ്യാൻ സഹായിച്ചതിന് നന്ദി, എന്തായാലും ഈ കാര്യത്തിൽ ഞാനിവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിനെ കാലിയാക്കാറുണ്ട്, ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈവൻ കുറച്ചെങ്കിലും എനിക്ക് സഹായം തന്നിട്ടുള്ള ഒരാൾ ഇനി ഈവൻ എത്ര മോശമായി പെരുമാറിയ ശേഷം എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പോലും അവർക്കൊരു സഹായം വേണ്ടി വന്നാൽ ഞാൻ അവരെ എനിക്ക് തന്നതായിരിക്കുന്ന നന്മകളെ മുഴുവൻ ഓർത്തുകൊണ്ട് ആനന്ദത്തോടെ, സന്തോഷത്തോടെ, നന്ദിയോടെ, കണ്ണ് നിറഞ്ഞുകൊണ്ട് ഞാൻ അവരെ സഹായിക്കാറുണ്ട്. ഇതെൻ്റെ ലൈഫിൻ്റെ പ്രിൻസിപ്പിളാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചതായിരിക്കുന്ന മെത്തേഡാണ്. ഞാൻ ജീവിക്കുമ്പോൾ അവസാന ശ്വാസം വരെ ഒരാൾ എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്താലും സമയം വന്ന് സഹായിക്കേണ്ടി വന്നാൽ ഇതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ അവരെ സഹായിച്ചിരിക്കും എന്നത് എൻ്റെ ലൈഫിൻ്റെ പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ സ്വന്താക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളും ഇത് സ്വന്താക്കി വെക്കൂ. ഒരു പക്ഷേ നമുക്ക് ഏൽക്കുന്ന മുറിവുകൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ, സന്താപങ്ങൾ എല്ലാം തന്നെ ആ നിമിഷം കൊണ്ട് മാച്ചു കളയാനും നമ്മളെ സഹായിച്ചവരോടൊക്കെ എന്നെന്നും നന്ദിയുള്ളവരായിക്കൊണ്ട് ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അങ്ങനെയെങ്കിൽ ലൈഫിൽ ഒരിക്കലും സങ്കടം നിറച്ചതായിരിക്കുന്ന മനസ്സുണ്ടാവില്ല. ഇല്ല എന്നുള്ളതിൻ്റെ പ്രൂഫ്, ഒരു സങ്കടം കാണുമ്പോൾ നമ്മുടെ മനസ്സ് ആഴത്തിൽ മുറിവേറ്റ് കരയില്ല. നിങ്ങൾക്ക് സങ്കടം കണ്ടാലും അവരെ ആശ്വസിപ്പിക്കാനും ശക്തി പകരാനും സാധിക്കും. നിങ്ങൾക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.